ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് ഒത്തിരി ചെമ്പരത്തി പൂക്കളാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് ഇവിടെ നമ്മുടെ കയ്യിൽ ഉള്ളത്. ചെമ്പരത്തി പൂക്കൾ ഇഷ്ടമില്ലാത്തതായിട്ട് ആരുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ചെമ്പരത്തി പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്കായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അത് ഓരോന്നും ഓരോ സ്പെഷ്യലായിട്ടുള്ള വരുന്ന പൂക്കളാണ്. ഈ കാണുന്നതെല്ലാം നമ്മുടെ ഔട്ട്ലെറ്റിൽ തയ്യാറായിട്ട് നിൽക്കുന്ന ചെമ്പരത്തി ചെടികളാണ് കേട്ടോ. അപ്പോൾ കുറേ എണ്ണത്തിൽ മൊട്ടുകളുണ്ട്, കുറേ എണ്ണത്തിൽ മൊട്ടുകൾ വരുന്നു, കുറേ എണ്ണത്തിൽ പൂക്കൾ വന്നു കഴിഞ്ഞു, ചിലതിനകത്ത് പൂക്കളുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ വരുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി കളക്ഷൻസ് ഒന്ന് എല്ലാവരിലേക്കും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് അടക്കി ഒതുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ സുന്ദരികളെ. ഇത് നമുക്ക് നേരെ കാണുമ്പോൾ വെള്ള മാത്രമായിട്ടാണ് കേട്ടോ തോന്നുന്നത്. എന്നാൽ അങ്ങനെയല്ല, ആ വെള്ളയിൽ ലൈറ്റ് കളർ ഒരു പിങ്ക് ഷെയ്ഡ് ഇങ്ങനെ ലൈൻസ് ആയിട്ട് പോകുന്നുണ്ട്. അത് ഞാൻ എത്രയൊക്കെ ഇതിനകത്ത് പകർത്താൻ നോക്കിയിട്ടും ആ ഒരു കളർ അതിനകത്ത് വന്നില്ല കേട്ടോ. നമ്മുടെ നാടൻ പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചെമ്പരത്തിയും ഒരുപാട് ഇഷ്ടമായിരിക്കും. നമ്മൾ ഓരോരോ ചെടികളും ഓരോ സെക്ഷനായിട്ട് സെയിലിനിടുമ്പോൾ അതിനകത്തെല്ലാം നമുക്ക് ഒരുപാട് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ ഓരോ ദിവസം ഇടുന്ന സെയിൽ വീഡിയോയിൽ ഓരോ ചെടികളുണ്ടായിരിക്കും. എന്നാലും അതിലെ വെറൈറ്റീസ് അന്വേഷിച്ച് നടക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്പരത്തി പ്രേമികൾക്കായിട്ട് ഇതിനകത്ത് നിങ്ങൾ നമ്മുടെ ഈ വീഡിയോയിലുള്ളതിൽ ഏത് ചെമ്പരത്തി വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യപ്പെടാം കേട്ടോ. പിന്നെ ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ ഒരുപാട് മൊട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ചെമ്പരത്തികളുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെമ്പരത്തിപ്പൂ വിരിയുന്നതിനനുസരിച്ചിട്ട് ഓരോ ദിവസമായിട്ട് എടുത്ത വീഡിയോസാണ്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമ്മൾ ക്ലബ് ചെയ്തിട്ട് ഒന്നിച്ചാക്കിയതാണ് കേട്ടോ. ഓരോ ചെമ്പരത്തിപ്പൂക്കൾക്കും പ്രത്യേകതരം ഓരോരോ ഭംഗിയാണല്ലേ. ഓരോന്നിലും ഓരോ വ്യത്യാസങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഞാൻ ഇതിനകത്ത് കാര്യമായിട്ട് യാതൊരു വളപ്രയോഗം ചെയ്യാറില്ല കേട്ടോ. വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികളുടെ വേസ്റ്റൊക്കെ കിട്ടുമ്പോൾ അതിനെ അടിയിൽ കൊണ്ടുപോയി ഇടുക എന്നല്ലാതെ വേറെ കാര്യമായിട്ടുള്ള യാതൊരു വളപ്രയോഗവും ചെയ്തു കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പ്രൂൺ ചെയ്യാനൊന്നും സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ഏറെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് നല്ല ബ്രാഞ്ചസ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ചെടികൾ കാണാനായിട്ട് കഴിയും. ഏതൊരു ചെടി എടുത്താലും അതിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പ്രൂണിങ് ആണല്ലേ. അപ്പോൾ ആ പ്രൂണിങ് വഴി നമ്മുടെ ചെടിയിൽ ഒരുപാട് ബ്രാഞ്ചസ് വരികയും അതിനകത്ത് പുതിയ പുതിയ മൊട്ടുകൾ വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഒത്തിരി പൂക്കൾ, ഇതിപ്പോൾ ഒരു കമ്പിനകത്താണ് പല ചെടിയിലും നമുക്ക് ഓരോ പൂക്കൾ വരുന്നത്. അപ്പോൾ ഇതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താലുള്ളൊരു കാര്യം ആലോചിച്ച് നോക്കാമോ? അങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ 3, 4, 5 ബ്രാഞ്ചസ് വന്നിട്ട് അതിനകത്ത് എല്ലാം നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും അല്ലേ. ഇത് നമ്മുടെ കയ്യിൽ ഇന്നത്തെ വീഡിയോയിൽ വളരെ കുറച്ച് കളക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ചെമ്പരത്തി പൂക്കളുടേത്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഇട്ട് തരാം. നമ്മൾ ഓരോ പൂ വിരിഞ്ഞ് കഴിയുമ്പോഴും അതിൻ്റെ ഒരു കോഡ് നമ്മൾ ചട്ടീനകത്ത് മാർക്ക് ചെയ്തിടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ പോകുന്നത്. നേരെ കമ്പ് കുത്തി പിടിപ്പിച്ചിട്ടുള്ള ഒരു ചെടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെമ്പരത്തി നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ചു പോകുമെന്നൊരു പ്രതീക്ഷ ആർക്കും വേണ്ട കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളൊന്ന് നോക്കിയെടുക്കുകയാണെങ്കിൽ യാതൊരു കേടുമില്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്നല്ലാതെ നാശമായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ നല്ല മഴക്കാലം വരുമ്പോൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന കമ്പുകളെല്ലാം നമുക്ക് മാറ്റി നട്ട് പിടിപ്പിച്ചിട്ട് വേറെ ചെടികളും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്കിവിടെ വരുന്നത് പിങ്ക് കളറുകളാണ് കേട്ടോ. ആ പിങ്ക് കളറിൽ വലിയ പൂ വരുന്നതുകൊണ്ട് ചെറിയ പൂ വരുന്ന ചെടിയുണ്ട്. ഇത് നമ്മൾ പിങ്കിലും റെഡും കൂടിയിട്ട് ചെറിയ പൂ വരുന്നതാണ് നേരത്തെ കണ്ടത്. ഇത് ആ ചെടിയുടെ തന്നെ വലിയ പൂ ഉണ്ടാകുന്ന മറ്റൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെമ്പരത്തി ചെടിയുടെ വിശേഷങ്ങൾ. ചെമ്പരത്തി ചെടിയൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. പിന്നെ പറയുമ്പോൾ ഏത് ചെടിയാണ് ആവശ്യം എന്നുകൂടി ആദ്യം എടുത്ത് പറയണം. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.